നോക്കിക്കോളൂ. അപ്പോ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ എക്സസൈസിലെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അവിടെ തന്നിട്ടുണ്ട്. ഏതാണ് അരിത്തമെറ്റിക് സീക്വൻസ്? 2 7 12. ഞാൻ നോക്കാൻ ഇവിടെ അക്ഷരം കാണുന്നില്ല, അപ്പൊ ഞാൻ മേറ്റിന് എഴുതിയിട്ടില്ലായിരിക്കും. 2 7 12 ബുക്ക് തുറക്കാൻ പറഞ്ഞിട്ടില്ല, 17 എക്സെട്ര. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്ത് കണ്ടുപിടിക്കണം? അതുകൊള്ളു ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടൈം എത്രയാണ്? 2. ഫസ്റ്റ് ടൈമിന്റെ സിമ്പൽ എന്തുവായിരുന്നു? എഫ് ഈക്വൽ 2. കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 7 - 2 ഈസ് ഈക്വൽ ടു ഓൾജിബ്രൈക് ഫോം ഈക്വൽ എക്സ് എൻ ഈക്വൽ എഫ് പ്ലസ് എൻ -1 ഇൻറ്റു ഡി. അപ്പോ 2 പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ വില 5. 2 അങ്ങനെ തന്നെ എഴുതി, ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 5 5n -1 ഇൻറ്റു 5 -5. എന്നുള്ള ടൈം എടുത്ത് ആദ്യം എഴുതി 5n 2 - 5. ആൻസർ, സോ ദി ആൻസർ ഈസ് 5n - 3. ബുക്ക് തുറക്കുക, നിങ്ങളുടെ ആൻസർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പരിശോധിക്കുക. ശരിയാണെങ്കിൽ എല്ലാ സ്റ്റെപ്പിനും ശരിയിടുക. എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ തെറ്റിട്ടിട്ട് കറക്റ്റ് ചെയ്യുക. തെറ്റിയിട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എത്രാമത്തെയാണ്? 3. എന്തുവാണ് സീക്വൻസ്? 21 32 43 54 എക്സെട്ര. ഫസ്റ്റ് ടൈം ഈക്വൽ എഫ് ഈക്വൽ 21. കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 32 - 21 ഈക്വൽ 11. ഓൾജിബ്രിക് ഫോം ഈക്വൽ എക്സ് എൻ ഈക്വൽ എഫ് പ്ലസ് n -1 ഇൻറ്റു. അപ്പോ 21 പ്ലസ് n -1 ഇൻറ്റു ഡിയുടെ വില 11. അപ്പൊ 21 അവിടെ നിർത്തി, ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 11 11n -1 ഇൻറ്റു 11 11n എടുത്ത് ആദ്യം എഴുതി 21 - 11 മൈനസ് അല്ല 21ൽ നിന്ന് 11 കുറയ്ക്കുകയാണ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചാൽ ഉത്തരം പോസിറ്റീവ് അല്ലേ വരത്തുള്ളൂ. അപ്പൊ ആൻസർ 11n പ്ലസ് 10 ആണ്. ബുക്ക് നോക്കിക്കോ, ഉത്തരം ശരിയാണോ? നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ അവിടെ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഏതൊക്കെയാണ്? 19 28 37 എക്സെട്ര ആണല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതുന്നു? ഫസ്റ്റ് ടൈം ഈക്വൽ എഫ് ഈക്വൽ 90. കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 28 - 19. ആൻസർ 9. അപ്പൊ അതിന്റെ ഓൾജിബ്രിക് ഫോം എക്സ് എൻ ഈക്വൽ എഫ് പ്ലസ് n -1 ഇൻറ്റു ഡി ഈക്വൽ 19 പ്ലസ് n -1 ഇൻറ്റു ഡിയുടെ വില 9. അപ്പൊ 19 ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 9 9 -1 ഇൻറ്റു 9 -9. 9 എന്നെടുത്ത് ആദ്യം എഴുതി, 19ൽ നിന്ന് 9 കുറച്ചാൽ 10. സോ ദി ആൻസർ ഈസ് 9n പ്ലസ് 10. ബുക്ക് ഓർ നോക്കിക്കേ ശരിയാണോന്ന്? അഞ്ചാമത്തേതിൽ അടുത്ത ഒരു സീക്വൻസ് എന്താണ്? 1 and 1/2 2 2 and 1/2 എക്സെട്ര. അപ്പോ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം എത്രയാണ്? ഫസ്റ്റ് ടൈം ഈക്വൽ എഫ് ഈക്വൽ 1. അടുത്തത് കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 1.5 -1. 1.5ൽ നിന്ന് 1 കുറച്ചാൽ
അര, ഹാഫ്. ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇന്നാണ് ഞാൻ പറഞ്ഞ വൃത്തിയുടെ ശബ്ദം ഉണ്ടാക്കരുതെന്ന്. ഇല്ല, ഉറപ്പാണല്ലോ. അപ്പൊ ഓൾജിബ്രൈക് ഫോം ഈക്വൽ ബീജഗണിത രൂപം സമം എക്സ് എൻ ഈക്വൽ എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. വാല്യൂ കൊടുത്ത് പറഞ്ഞാട്ടെ. എഫ് എത്ര? 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡിയുടെ വില ഹാഫ്. അപ്പോ 1 പ്ലസ് ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 1/2. 1/2 n. 1/2 അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് n/2 എന്ന് എഴുതാം. 1/2 എന്നിനെ തന്നെ എങ്ങനെ വേണമെങ്കിൽ എഴുതാം? n/2 എന്ന് എഴുതാം. 1/2 എന്നിനെ എങ്ങനെ എഴുതാം? n/2. മൈനസ് 1 ഇൻറ്റു 1/2 മൈനസ് 1/2. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പോ 1/2 ഇൻറ്റു എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? n/2. സിമ്പിൾ മാത്തമാറ്റിക്സ്. 1ൽ നിന്ന് ഹാഫ് കുറയ്ക്കണം. ഹാഫ് പ്ലസോ മൈനസോ? പ്ലസ്. ഇനി ഒരു ചെറിയ പരിപാടിയായിട്ട് ചെയ്ത ആൻസറായി. ഇത് രണ്ടെണ്ണം 2 ഫ്രാക്ഷൻസ് അല്ലേ? 2 ഭിന്നസംഖ്യകളല്ലേ? അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്റർ അങ്ങോട്ട് എഴുതിയിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്താ പോരെ. അപ്പൊ എന്ത് കിട്ടും ആൻസർ? n+1 the whole divided by 2 എന്ന് കിട്ടും. അതാണ് സിംപ്ലിഫൈഡ് ആൻസർ. ഓക്കെ. അപ്പോ നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയോ തെറ്റോ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ ശരി ഇടുക, തെറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? 1/6, 1/3, 1/2 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. പറഞ്ഞാട്ടെ കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ടൈം ഈക്വൽ എഫ് ഈക്വൽ 1/6. അടുത്തത് കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 1/3 മൈനസ്. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറന്റ് ആയ 2 ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യാനാണ്, കുറയ്ക്കാനാണ്. അതിനൊരു ഷോർട്ട് കട്ട് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പാഠത്തിൽ തന്നെ പലയിടത്തും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? a/b മൈനസ് c/d ഈക്വൽ ad മൈനസ് bc ബൈ. അതിവിടെ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാട്ടെ. 1 ഇൻറ്റു 6 മൈനസ് 1 ഇൻറ്റു 3 ബൈ 3 ഇൻറ്റു 6. അതെനിക്ക് ഗുണനപ്പട്ടി അറിയാൻ വയ്യാത്തോണ്ടല്ല ഞാൻ 3 ഇൻറ്റു 6 എന്ന് എഴുതിയത്. അടുത്ത സ്റ്റെപ്പ് മനസ്സിലാവും എന്താണെന്നുള്ളത്. 6 മൈനസ് 3 ബൈ 3 ഇൻറ്റു 6. അങ്ങനെ ചെയ്തുള്ള പ്രയോജനം 3 3 ഇവിടെ ക്യാൻസൽ ആയി പോകും. സോ ദി ആൻസർ ഈസ്. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടിയ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓൾജിബ്രൈക് ഫോം ഈക്വൽ ബീജഗണിത രൂപം സമം എക്സ് എൻ ഈക്വൽ എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ആണോ? അതെ. വില കൊടുത്ത് പറഞ്ഞാട്ടെ. എഫ് എത്ര? 1/6 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയുടെ വില 1/6. അപ്പോൾ 1/6 n ഇൻറ്റു 1/6 ഒന്നുകിൽ 1/6n അല്ലെങ്കിൽ n/6 മൈനസ് 1 ഇൻറ്റു 1/6 1/6. ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്ലസ് 1/6ഉം മൈനസ് 1/6 കൂടെ ക്യാൻസലായി. കാരണം രണ്ടും ഒരേ നമ്പരും, ഒന്ന് അതിന്റെ പോസിറ്റീവും ഒന്ന് അതിന്റെ നെഗറ്റീവുമാണ്. സോ ദി ആൻസർ ഈസ് n/6. ബുക്ക് തുറക്കുക, ആൻസർ ശരിയാണെന്ന് നോക്കുക, തെറ്റുണ്ടെങ്കിൽ ആവശ്യമായ കറക്ഷൻ വരുത്തുക. അപ്പൊ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? വായിച്ചാട്ടെ.
the terms of some arithmetic sequences in two specified positions are given below. എന്ന് വെച്ചാൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏതോ രണ്ട് പൊസിഷനിലുള്ള ടേമുകളെ, പൊസിഷൻ ഒരു ക്വസ്റ്റിന് പറയും, പൊസിഷനിലുള്ള ടേമുകളെ നിങ്ങൾക്ക് തരും. നിങ്ങൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തതുപോലെ അതിന്റെ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. അപ്പൊ വ്യത്യാസം വിഭാസേ, കഴിഞ്ഞ കണക്കിനകത്ത് അവര് സീക്വൻസിങ് തരുമായിരുന്നു. ഇവിടെയോ ആ സീക്വൻസിലെ ഏതോ രണ്ട് പൊസിഷനിലുള്ള രണ്ട് ടേമുകൾ എന്ന് പറയുമ്പോൾ പൊസിഷൻ അവിടെ ഉണ്ട്, പൊസിഷൻ അത് തരും. നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിക്കണം? ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. ഇപ്പൊ എന്റെ കൂടെ അങ്ങനെ എഴുതിക്കോളാം. എന്തൊക്കെയാ തന്നേക്കുന്നത്? അപ്പൊ എഴുതുക, ഫസ്റ്റ് ടേം ഈക്വൽ ആൻസർ എന്ന് എഴുതിയിട്ട് ആൻസർ എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് ടേം ഈക്വൽ ഫസ്റ്റ് ടേം ഈക്വൽ 5. അടുത്തേ ടെൻത് ടേം ഈക്വൽ 23. അപ്പൊ നിങ്ങൾക്കറിയാം ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണമെങ്കിൽ ആരെയൊക്കെ ആവശ്യമുണ്ട്? ഫസ്റ്റ് ടേമും, അതിലെ ഫസ്റ്റ് ടേം ഇപ്പൊ ക്വസ്റ്റിനകത്തിലുണ്ടല്ലോ, എന്തില്ല? പക്ഷെ അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എങ്ങനെ. എഴുതിയാട്ടെ, കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഈക്വൽ പറഞ്ഞാട്ടെ, ടേം ഡിഫറൻസ് 23 മൈനസ് 5 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 10 മൈനസ് 1. 23 നിന്ന് 5 കുറച്ചാൽ 18. 18 ഡിവൈഡഡ് ബൈ 10 മൈനസ് 1 9. 18 ഡിവൈഡഡ് ബൈ 9 അപ്പോൾ ആരെ കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. ഫസ്റ്റ് ടേമും ഉണ്ട്, കോമൺ ഡിഫറൻസും ഉണ്ട്. എങ്കിൽ എന്ത് കണ്ടുപിടിക്കും? ഓൾജിബ്രിക് ഫോം എഴുതുക. ഓൾജിബ്രിക് ഫോം ഈക്വൽ xn ഈക്വൽ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എത്രയാണ് എഫ്? ഫസ്റ്റ് ടൈം 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയുടെ വില 2. അപ്പോ 5 പ്ലസ് ഉണ്ടെന്നില്ല 2n മൈനസ് 2. അതിലെ 2n എടുത്ത് ആദ്യം എഴുതി, 5ൽ നിന്ന് 2 കുറച്ചാൽ 3. പ്ലസ് 3 മൈനസ് 3 പ്ലസ് 3. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം എന്താണ്? 2n പ്ലസ് 3. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല? എഴുതി കഴിഞ്ഞാൽ എല്ലാവരും ഒരു സെക്കൻഡ്. അപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനകത്ത് ജിതിൻ മോനെ ബുക്കടച്ചു പോയി വായിച്ചാട്ട് എന്തൊക്കെയാ തന്നേക്കുന്നേ? ഫസ്റ്റ് ടേം ഈക്വൽ 5. അടുത്തത് എന്താണ്? സെവൻത് ടേം ഈക്വൽ 23. അപ്പൊ ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, സെവൻത് ടേമും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസ് ഫോം, ഓൾജിബ്രിക് ഫോമാണ്. ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണമെങ്കിൽ ഇനി എന്തോടെ വേണം? കോമൺ ഡിഫറൻസ് വേണം. എങ്ങനെ കണ്ടുപിടിക്കും കോമൺ ഡിഫറൻസ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പറഞ്ഞാട്ടെ, 23 മൈനസ് 5 ഡിവൈഡഡ് ബൈ 7 മൈനസ് 1 ആണോ? 23 മൈനസ് 5 എത്ര? 18. 18 ഡിവൈഡഡ് ബൈ 7 മൈനസ് 1 6. 18 ബൈ 6 3. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? ഇനി ഓൾജിബ്രിക് ഫോം ഈക്വൽ xn ഈക്വൽ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. പറഞ്ഞാട്ടെ, മിണ്ടുന്നില്ല. 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയുടെ വില 3. അപ്പോ 5 പ്ലസ് 3n മൈനസ് 3. 3n എടുത്ത് ആദ്യം എഴുതി, 5 മൈനസ് 3 2 പ്ലസ് 2 മൈനസ് 2
അപ്പോ എന്താണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം? 3n പ്ലസ്, നോക്കിക്കേ ശരിയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്താട്ടെ. നോക്കിയാട്ടെ. നാലാമത്തെ എത്ര സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു? 3. അപ്പൊ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്തോ തന്നേക്കുന്നേ? ഫിഫ്ത്ത് ടേം ഫിഫ്ത്ത് ടേം 10. ഫിഫ്ത്ത് ടേം അതും കൊണ്ടുപോയി. ഫിഫ്ത്ത് ടേം 10, അഞ്ചാമത്തെ ടേം എത്രയാണ്? 10. അപ്പൊ ഫിഫ്ത്ത് ടേം ഈക്വൽ വേണമെങ്കിൽ x5 ഈക്വൽ 10. അടുത്തത് 10th ടേം 5 അല്ലേ? അപ്പൊ 10th ടേം ഈക്വൽ x10 ഈക്വൽ 5. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഇങ്ങനെ വന്നാൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കുമെന്ന് ഞാൻ നേരത്തെ ഒരു സൂചന തന്നിട്ടുണ്ട്. എത്രയാണ്? -1. അഞ്ചാമത്തെ ടേം 10ഉം 10ാമത്തെ ടേം 5ഉം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എല്ലായ്പ്പോഴും. അപ്പൊ കോമൺ ഡിഫറൻസ് ഈക്വൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പറഞ്ഞാട്ടെ. 5 - 10 ഡിവൈഡഡ് ബൈ 10 - 5. 5 - 10 എത്ര? -5 ഡിവൈഡഡ് ബൈ 10 - 5 എത്ര? 5 ഈക്വൽ -1. അപ്പൊ ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ കിട്ടിയത്. ഇപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസേ കിട്ടിയുള്ളൂ. എന്തുകൂടെ വേണം? അതുകൂടെ ഉണ്ടെങ്കിലല്ലേ ഓൾജിബ്രിക് ഫോം എഴുതാൻ പറ്റൂ. ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞാട്ടെ. ഇതിനകത്തിൽ ഫസ്റ്റ് ടേമിനോട് അടുത്ത് നിൽക്കുന്നത് ആരാണ്? ഫിഫ്ത്ത് ടേം ആണ്. അപ്പൊ ഫസ്റ്റ് ടേം ഈക്വൽ x1 ഈക്വൽ ഫിഫ്ത്ത് ടേം മൈനസ്. അല്ലെ മൈനസ് വരാനുള്ള കാരണം പുറകിലോട്ടുള്ള ടേം ആണ് കണ്ടുപിടിക്കണം. അഞ്ചാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ കോമൺ ഡിഫറൻസ് 4 പ്രാവശ്യം എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 4 ഇവിടുന്ന് കിട്ടി, 5ൽ നിന്ന് 1 കുറച്ചു. അപ്പൊ 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? അഞ്ചാമത്തെ ടേം. അഞ്ചാമത്തെ ടേം എത്ര? 10 മൈനസ് 4 ഇൻറ്റു -1. അപ്പോൾ 10 മൈനസ് 4 ഇൻറ്റു -1. അപ്പൊ 10 പ്ലസ് 4 ഈക്വൽ 14. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. അപ്പൊ ആരെ കിട്ടി? ഫസ്റ്റ് ടൈം കിട്ടി. ഇനി എന്തെഴുതാം? ബുക്ക് അടച്ചു വെച്ച് ബോർഡെ നോക്കിയിരിക്കാൻ ഞാൻ എല്ലാവരും പറഞ്ഞായിരുന്നു. ഓൾജിബ്രിക് ഫോം ഈക്വൽ xn ഈക്വൽ f പ്ലസ് n - 1 ഇൻറ്റു d ആണോ? എഫ് എത്രയാണ്? 14 പ്ലസ് n - 1 ഇൻറ്റു d എത്ര? -1. അപ്പോൾ 14 അതുപോലെ തന്നെ എഴുതി. n ഇൻറ്റു -1 -n ആണോ? -1 ഇൻറ്റു -1 +1. -n എടുത്ത് ആദ്യം എഴുതി. 14 + 1. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 15 - n എന്ന് വേണമെങ്കിലും എഴുതാം. -n + 15 നിങ്ങൾക്ക് 15 - n എന്ന് വേണമെങ്കിലും എഴുതാം. ബുക്കോർ നോക്കിക്കേ ശരിയാന്നോന്ന്. അല്ല, തെറ്റിപ്പോയി. അപ്പൊ തെറ്റിയവർ കറക്റ്റ് ചെയ്യുക. എഴുതിയവരുടെ ഉത്തരം ശരിയാണോ നോക്കുക. ഒരു സെക്കൻഡ്.